രാവിലെ 10 മണിക്ക് കൽക്കത്തയിൽ നിന്ന് ഓൺലൈനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മെട്രോ ഫ്ളാഗ് ഓഫ് ചെയ്യുക. ജനപ്രതിനിധികളും. നമസ്കാരം. മലയാളികളുടെ ദേശീയ ഉത്സവമാണല്ലോ ഓണം. ഓണത്തിന് ആരംഭം കുറിക്കുന്നത് രാജനഗരം ആയ തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയ ഘോഷയാത്രയോടെയാണ്. ആ അത്തച്ചമയ ഘോഷയാത്രയുടെ മണ്ണിൽ രാജനഗരത്തിലേക്ക് കൊച്ചി മെട്രോ വികസനത്തിൻ്റെ ചൂളം വിളിച്ച് എത്തുകയാണ്. അത്തച്ചമയത്തിൻ്റെ തീമിൽ ഒരുക്കിയിട്ടുള്ള ചുവർ ചിത്രങ്ങളാണ് തൃപ്പൂണിത്തുറ മെട്രോ സ്റ്റേഷൻ്റെ ഏറ്റവും വലിയ ആകർഷണം. അതോടൊപ്പം തന്നെയാണ് രാജ്യത്ത് ആദ്യമായി ജലത്തിന് അടിയിലൂടെ ഒരു മെട്രോ സഞ്ചാരം ആരംഭിക്കുന്നത്. ഇത്തരം പ്രധാനപ്പെട്ട വാർത്തകൾ ആണ് ഇന്ന് വാർത്താരംഭത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. കൊച്ചി മെട്രോ ഇനി രാജനഗരിയിലേക്ക്. തൃപ്പൂണിത്തുറ ടെർമിനൽ പ്രധാനമന്ത്രി ഇന്ന് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. 4 വർഷത്തിനകം മെട്രോ നെടുമ്പാശ്ശേരി വിമാനത്താവളം വരെ ദീർഘിപ്പിക്കുമെന്ന് KMRL MD. രാജ്യത്തെ ആദ്യ ജലാശയാന്തര മെട്രോയും ഇന്ന് പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. മെട്രോ കടന്നുപോകുന്നത് ഹൂഗ്ലി നദിക്ക് അടിയിലൂടെ. തുരങ്കപാത നിർമ്മിച്ചിരിക്കുന്നത് നദിക്ക് 32 മീറ്റർ താഴ്ചയിൽ. കാട്ടാനാക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം ശക്തം. അതിരപ്പള്ളിയിൽ ഇന്ന് കോൺഗ്രസിന്റെ കരിദിനം. സഞ്ചാരികളെ മേഖലയിൽ പ്രവേശിപ്പിക്കില്ല. കോഴിക്കോട് കക്കയത്ത് ആളെ കൊന്ന കാട്ടുപോത്തിനെ മയക്കുവെടിവെക്കാൻ ഉത്തരവ്. പൂക്കോട് വെറ്റിനറി വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ അധികൃതരുടെ വീഴ്ച പരിശോധിക്കാൻ 4 അംഗ സമിതി. ഡീൻ, അസിസ്റ്റന്റ് വാർഡൻ എന്നിവരുടെ വീഴ്ച പരിശോധിക്കും. കോളേജിന് മുന്നിലെ സമരക്കാർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി പോലീസ്. കടമെടുപ്പ് പരിധി കൂട്ടണമെന്ന കേരളത്തിന്റെ ഹർജിയിൽ സുപ്രീം കോടതിയിൽ ഇന്ന് വാദം തുടങ്ങും. നടപടി കോടതിക്ക് പുറത്ത് പരിഹരിക്കാനുള്ള സാധ്യതകൾ ഇല്ലാതായതോടെ. ഈ നാടിന്റെ സർവോത്കൃഷ്ടമായ തെരഞ്ഞെടുപ്പിൽ നിൽക്കുവാൻ കഴിവും കരുത്തുമുള്ള നാടിന്റെ പ്രിയപ്പെട്ടവൻ ഈ നാടിന്റെ കൂട്ടുകാരൻ സഖാവ് മണിയൻ രവീന്ദ്രൻ വാഹനത്തിന്റെ പ്രചാരണ രംഗത്ത് ബഹുദൂരം മുന്നിലെന്ന തിരുവനന്തപുരത്തെ ഇടത് സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രന്റെ റോഡ് ഷോ തുടരുന്നു. തിരുവനന്തപുരത്തിന് മോദിയുടെ ഗ്യാരണ്ടി വികസനമെന്ന് NDA സ്ഥാനാർത്ഥി. ധനപ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥിതിയെന്നും രാജീവ് ചന്ദ്രശേഖർ. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക വൈകുന്നു. ഹൈക്കമാൻഡുമായി ചർച്ച നടത്തി സംസ്ഥാന നേതൃത്വം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം നാളെ. വാരണാസിയിൽ പ്രധാനമന്ത്രിക്കെതിരെ 1000 സ്ഥാനാർത്ഥികൾ. പ്രമേയം പാസാക്കി മറാഠ സംവരണ പ്രക്ഷോഭകർ. പ്രതിഷേധം സംവരണ ബില്ലിനെതിരെ. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പുറത്തുവരാതിരിക്കാൻ നീക്കവുമായി കേന്ദ്രം. വിശദാംശങ്ങൾ കൈമാറാൻ സുപ്രീം കോടതിയോട് സാവകാശം തേടി SBI. ജൂൺ 30 വരെ നീട്ടിത്തരണമെന്ന് ആവശ്യം. ഹിമാചലിൽ അയോഗ്യരാക്കപ്പെട്ട MLA-മാരുടെ ഹർജി ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. സ്പീക്കറുടെ നടപടി ചോദ്യം ചെയ്തത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ക്രോസ് വോട്ട് ചെയ്ത MLA-മാർ. സമരം ശക്തമാക്കാനൊരുങ്ങി വീണ്ടും കർഷകർ. ഡൽഹി ചലോ മാർച്ച് ഇന്ന് പുനരാരംഭിക്കും. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ പ്രക്ഷോഭം തുടരുമെന്ന് നേതാക്കൾ.
ദേശീയ തലത്തിൽ ഒട്ടേറെ വാർത്തകൾ ഉള്ള ഒരു ദിനം ആണ് ഇന്ന്. ആ വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് പോകും മുമ്പ് നമ്മുടെ സംസ്ഥാനം ഇപ്പോൾ പ്രധാനമായും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വന്യജീവി ആക്രമണങ്ങളാൽ തുടർച്ചയായി ആളുകൾ മരിക്കുന്നു എന്നുള്ളതാണ്. കോഴിക്കോട് കക്കയത്ത് ആളെ കൊന്ന കാട്ടുപോത്തിനെ കണ്ടെത്തി മയക്കുവെടി വെക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ട് കഴിഞ്ഞു. പ്രശ്നബാധിത പ്രദേശങ്ങളിൽ സംരക്ഷണം ശക്തിപ്പെടുത്തുന്നതിനും കൂടുതൽ വനപാലകരെ ഉൾപ്പെടുത്തുന്നതിനുമുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഉയർന്ന താപനില കാരണം കാട്ടിൽ നിന്ന് വന്യമൃഗങ്ങൾ പുറത്തുവരാൻ സാധ്യത ഉള്ളതിനാൽ വനത്തിൽ പ്രവേശിക്കരുത് എന്ന് പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുമുണ്ട്. കൂടാതെ ഏതെങ്കിലും വന്യമൃഗങ്ങളെ ജനവാസ കേന്ദ്രങ്ങൾക്ക് സമീപം കണ്ടാൽ ടോൾ ഫ്രീ നമ്പറിൽ അറിയിക്കണം എന്നുമാണ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ ഇത്തരം നിർദ്ദേശങ്ങൾ ഒക്കെ നൽകുമ്പോൾ പോലും നാട്ടുകാർ വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ്. ആദ്യം നമുക്ക് അവരുടെ പ്രതികരണം പരിശോധിക്കാം. പറമ്പിൽ പോയപ്പം അത് എടുക്കാൻ വേണ്ടി പോയപ്പം ഇതുങ്ങൾ വന്ന് പപ്പനെ ഓടിച്ച് മരത്തിൽ കയറ്റുകയാണ് ഉണ്ടായിരുന്നത്. അന്നേരം ഫോറസ്റ്റുകാരോട് പോയി പറഞ്ഞു. എന്നിട്ട് അവരിതുവരെ ഒരു നടപടി എടുത്തിട്ടില്ലായിരുന്നു. അന്ന് ഇതുങ്ങളെ ഇവിടുന്ന് തുരത്തുകയാണെങ്കിൽ ഇന്ന് ഇവിടെ ഈ കുടുംബത്തിന് ഇതൊന്നും ഉണ്ടാവില്ല. ഈ കുടുംബത്തിൻ്റെ അത്താണിയാണ് ഞങ്ങളുടെ പപ്പ. ഇവിടെ ഇപ്പോൾ ഞങ്ങളെ സ്കൂൾ അടിച്ചു വന്നാലും എന്താവശ്യത്തിന് വന്നാലും പപ്പയാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പം പപ്പ ഉണ്ടെങ്കിൽ ഇവിടെ ആളാർക്കേ ഉള്ളൂ. ഇനിയിപ്പോൾ ആളാർക്കില്ല. ഞങ്ങളെ പപ്പ പോയി. വിഷമമുണ്ട്. അദ്ദേഹം പറഞ്ഞിരുന്നോ ഈ പോത്തോടിച്ച കാര്യം? പറഞ്ഞിരുന്നു. എല്ലാവരോടും പറഞ്ഞിരുന്നു. ഫോറസ്റ്റുകാരോട് പറഞ്ഞപ്പോൾ അവർ സമയത്തായിരുന്നു സംഭവം ഉണ്ടായിരുന്നു. അത് ഒരു വൈകുന്നേരം ഒരു സമയത്താണ്. അന്നേരം പപ്പ എന്നെ എനിക്ക് ഫോണുണ്ട്. അപ്പോൾ എന്നെ ഫോണിൽ ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു ഇങ്ങനെ സംഭവമുണ്ട്. എന്നെ കാട്ടോട്ട് തോടിച്ച് മരത്തെ കയറ്റി അന്ന് രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് അതായത് ഈ ഡാമിൻ്റെ അവിടുന്ന് ഒരമ്മേനെ 2 മക്കളെ ആക്രമിച്ച കാട്ടുപോത്തിനെ ഇതുവരെ ഫോറസ്റ്റുകാർക്ക് പിടിക്കാനോ ഒന്നും ആക്കാനോ ആയിട്ടില്ല. ആക്രമിക്കാൻ പിടിക്കാൻ പറ്റിയിട്ടില്ല. ഇവിടുത്തെ ആൾക്കാർക്ക് ജീവിക്കണ്ടേ? ഞാൻ ആദ്യം എൻ്റെ ഒരു സുഹൃത്ത് പുളിക്കലെ PS എന്ന് പറഞ്ഞ ഒരാള് എന്നെ വിളിച്ച് പറയട്ടെ ഇങ്ങനെ അവറാഞ്ചേട്ടനെ കാട്ടുപോത്ത് കുത്തി എന്ന് പറഞ്ഞപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ ഓട്ടോറിക്ഷ എടുത്ത് ഇവിടെയാണ് നമ്മൾ, ഇതും ചെറിയൊരു ഫോറസ്റ്റ് പോലെയാണ് ഇതിന് മുകളിൽ. അപ്പൊ ഇവിടേക്കാണ് ഞാൻ ഓടി കയറിയത് ആദ്യം. പക്ഷെ ആ പറമ്പിന്റെ കാര്യം നമ്മൾ അത്ര ചിന്തിക്കുന്നില്ല. ഇവിടെ വന്നപ്പോൾ ഇവിടെ ആരെയും കാണാതെ വന്നപ്പോഴാണ് ഞാൻ ഓട്ടോറിക്ഷ എടുത്ത് അങ്ങാടി പോകുമ്പോൾ ഫോറസ്റ്റിന്റെ വണ്ടി ലൈറ്റ് ഇട്ടിട്ട് പോകുന്നുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി മുകളിൽ തന്നെയാണ് സംഭവം നടന്നതെന്ന്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം വിചാരിച്ചിട്ടില്ല. സാധാരണ ഒന്ന് തട്ടിയിട്ടോ എന്തേലും ഉണ്ടെന്ന് വിചാരിച്ചു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ ഈ അവറാജന്റെ അനിയനുണ്ട് ജോണീനെ ഞാൻ വിളിച്ചപ്പോഴാണ് ജോണി എന്നോട് പറഞ്ഞത് ചേട്ടൻ പോയി എന്ന് പറയുന്നത്. അപ്പൊ പറഞ്ഞാൽ ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് മനുഷ്യർക്ക്. ഒരു സന്ധ്യ ആയാലോ ആനയും കൊണ്ട് ഇവിടെ വിളയാട്ടാണ്. അവര് ഫോറസ്റ്റുകാരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വന്ന് 2 പടക്കം പൊട്ടിക്കും. അത് പോയാലും പോയില്ലെങ്കിലും അവര് പോയി, ഫോറസ്റ്റുകാര് പോയി. വാർത്തയുടെ വിശദാംശങ്ങളുമായി അനീഷ് കുമാർ ആണ് ചേരുന്നത്. അനീഷ്, വലിയ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. ഇതിപ്പോൾ തുടർച്ചയായി സംസ്ഥാനത്ത് ഇങ്ങനെ വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാകുന്നു. അപ്പോഴും കൃത്യമായൊരു പരിഹാര നിർദ്ദേശം നമ്മുടെ ഭരണകൂടത്തിന് മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്നില്ല. നഷ്ടപരിഹാരം നൽകുന്നു എന്നത് മാത്രമാണ് ഇപ്പോൾ ഒരു പോംവഴി. അതിനെയും ഉൾക്കൊള്ളാൻ പറ്റാത്ത തരത്തിലാണല്ലോ ബന്ധുക്കളുടെ പ്രതികരണങ്ങൾ. തീർച്ചയായും മലയോര മേഖലകളിൽ പ്രത്യേകിച്ചും കാടിനോട് ചേർന്ന് അതിർത്തി പങ്കിടുന്ന ഇടങ്ങളിൽ വലിയ ഞെട്ടലാണ്, ഭീതിയാണ്. കാരണം സംസ്ഥാനത്തിന്റെ ഒരിടത്ത് മാത്രമല്ല പലയിടത്തും ഈ വനത്തോട് ചേർന്ന ഇടങ്ങളിൽ വന്യമൃഗങ്ങൾ പുറത്തേക്കിറങ്ങുകയും ജനങ്ങളുടെ സ്വത്തിനും ജീവനും കൃഷിക്കുമൊക്കെ ഭീഷണിയാവും ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. ഇപ്പോൾ നമ്മൾ കൂരാച്ചുണ്ടിലാണ് ഉള്ളത്. കൂരാച്ചുണ്ടിൽ പ്രാദേശികമായി ഹർത്താൽ ആചരിക്കുകയാണ്. പ്രത്യേകിച്ചും അബ്രഹാമിന്റെ മരണം ഒരു വലിയ ഞെട്ടലുണ്ടാക്കിയിരിക്കുന്നു. 3 ദിവസം മുമ്പ് അദ്ദേഹത്തിനെ പോത്തോടിച്ചിരുന്നു. ഇക്കാര്യം വനംവകുപ്പിനെ അറിയിച്ചിട്ടും കൃത്യമായൊരു നടപടികൾ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ല എന്ന് കുടുംബം പറയുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തിന് സ്വന്തം കൃഷിയിടത്തിൽ വെച്ച് ദാരുണമായ ഒരു മരണത്തിലേക്ക് നയിക്കപ്പെട്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. മരണങ്ങൾ ഉണ്ടാകുമ്പോൾ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുന്നതിനപ്പുറം മറ്റ് നടപടികൾ ഉണ്ടാവുന്നില്ല എന്ന് തന്നെയാണ് നാട്ടുകാരുടെ പരാതി. നമുക്ക് നാട്ടുകാരോട് തന്നെ ചോദിക്കാം, എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഭാഗങ്ങളിലൊക്കെ വലിയ ശല്യമാണോ? ഇന്നലെ തന്നെ ഇവിടെ പോത്ത് ഇറങ്ങി ഈ പഞ്ചായത്തിന്റെ അങ്ങേറ്റം തുടങ്ങി തോണിക്കടവ് വരെ വന്നു പോയതാണ്. അത് കഴിഞ്ഞിട്ട് ഇവരൊരു നടപടി എടുത്തിട്ടില്ല. ഇവിടെ കുരങ്ങ്, മുള്ളംപന്നി, മയില് ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല. മലയോര മേഖലയിൽ ആൾക്കാർ പൊതുവെ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കും. മരിച്ച മനുഷ്യൻ തന്നെ ഇപ്പൊ താഴെ വന്ന് താമസമാക്കി. അയാളുടെ കൃഷി പുറത്ത് പോയതാണ് പറയുന്നത്. എല്ലാം മുകളിൽ താമസിച്ചിരുന്ന ആളുകളാണ് താഴേക്ക് ഇറങ്ങി. അത്യാവശ്യം നിവൃത്തിയുള്ളവർക്ക് താഴോട്ട് പോകുന്നു. നിവൃത്തിയില്ലാത്തവർ മുകളിൽ ഇപ്പോഴും കുടുങ്ങി കിടക്കുക. ജീവിക്കാൻ ഒരു മാർഗവും ഇല്ല.
ഈ 10 ലക്ഷം രൂപ എന്ന് പറഞ്ഞ ഒരു മനുഷ്യന്റെ ജീവന് വിലയിടുന്നത് വരാരാ? ഒരു മനുഷ്യ ജീവന് 10 ലക്ഷം രൂപ വിലയിട്ടിട്ട് ആൾക്കാരെ ഓരോരുത്തർ ഇങ്ങനെ തട്ടാൻ പറ്റുമോ? ഇതിപ്പോ ഒരു ദിവസം ഒരിടത്താണെങ്കിൽ മറ്റൊരു ഇതിപ്പോ ഒരു 5 കിലോമീറ്റർ ചുറ്റളവിൽ പോത്ത് കഴിഞ്ഞ ദിവസം കറങ്ങിയതാ. ഇതേ സംഘം തന്നെ ആയിരിക്കുമല്ലേ? അതല്ല, ഇത് വേറെ പോത്താണ്. പോത്തിന്റെ പല ഗ്രൂപ്പുണ്ട്, ഒരു പോത്തൊന്നും അല്ല. നിങ്ങളൊക്കെ വളരെ വർഷങ്ങളായി ഇവിടെ കൃഷി ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. എങ്ങനെയാണ് ഈ കൃഷി കൊണ്ട് വല്ല കാര്യമുണ്ടോ? പറയാൻ പറ്റില്ല, ചെവി വയ്ക്കല ഒന്നാമത്. കൃഷി കൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. കാരണം ഇത് വളരെ വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കേസ് കേട്ടാണ്. എന്ത് ചെയ്യാൻ അനുഭവിക്കുന്നത്? ഇവിടെ എന്തൊക്കെ ജീവികൾ ഇറങ്ങുന്നുണ്ട്? ഇവിടെ ഇറങ്ങാത്ത ജീവി ആന, പോത്ത്, മലൻ, കുരങ്ങ്, മലയണ്ണൻ എന്ന് വേണ്ട എല്ലാ ജീവികളും ഇറങ്ങുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ജീവികളും ഇറങ്ങുന്നുണ്ട്. കൃഷി ചെയ്തൊന്നും കാണത്തില്ല? ഒന്നുമില്ല. നിങ്ങളൊന്ന് പോയി നോക്കിയേ കാണാം ഞങ്ങളെ കൃഷിഭൂമികളൊക്കെ. തെങ്ങേക്കൂടെ ഒരു കൊല അല്ലാണ്ട് ഒരു വെള്ളയ്ക്ക പോലും ഇല്ല. ജാതിക്ക, കൊക്കോ എന്ന് വേണ്ട സകലതും. അബ്രഹാമിനൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഈ മരിച്ചത്? അയലോക്കത്തും കാര്യമില്ല, അറിയാവുന്ന ആളാണ്. അവിടെ നിങ്ങൾക്ക് കൃഷി അണ്ടി പറക്കാൻ പോയതാ. എന്ത് ചെയ്യാൻ? നിങ്ങൾക്കൊക്കെ കാട്ടിൽ കൃഷിയുടെ ഉണ്ടോ? ഞങ്ങൾക്ക് ഇവിടെയാണ്, ഇവിടുന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറമാണ് പുള്ളിയുടെ സ്ഥലം, വീട്. അവിടെ എങ്ങനെ ശല്യം ഉണ്ടോ? അവിടെ ഇതിന്റെ ഫോറസ്റ്റ് ഏരിയ ആണ്, തൊട്ടുവനമാണ്, ഡാം ഏരിയയാണ്. ഈ ആളുകളൊക്കെ മലയിൽ നിന്ന് ഇറങ്ങി പോരുവാണ് ഇപ്പൊ വന്നല്ലേ? എല്ലാം നാട്ടു പോരുക, അല്ലാണ്ട് മാർഗമില്ല, കടക്കാൻ പറ്റിയല്ല. അഭിലാഷ്, ഒരു തരത്തിലും ജീവിതം അവിടെ മുന്നോട്ട് പോകാത്തൊരു സാഹചര്യമാണ്. കാരണം മലയിൽ നിൽക്കുമ്പോൾ അവിടെ കാട്ടാനകളുടെയും മറ്റ് കാട്ടുപോത്തിന്റെയും ഒക്കെ ശല്യമുണ്ട്. നമുക്ക് ഈ മരിച്ച എബ്രഹാം പോലും അദ്ദേഹം 40 വർഷം സ്വന്തം കൃഷിയിടത്തിൽ പണിയെടുത്തിട്ടും അദ്ദേഹത്തിന് ഒന്നും സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടില്ല. കൂലിപ്പണിക്കാരായ മക്കളാണ് അദ്ദേഹത്തിനുള്ളത്. ഒപ്പം പള്ളി വക ഒരു വീട് നിർമ്മിച്ച് നൽകിയാണ് അദ്ദേഹം താഴേക്ക് വന്നത്. പക്ഷാഘാതം വന്ന ഒരു ഭാര്യയുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഈ കർഷകരുടെ ജീവിതം, ഇല്ലേ? ഇത്ര വർഷം പണിയെടുത്താലും ഒന്നും സമ്പാദിക്കാൻ കഴിയുന്നില്ല. ഞങ്ങളുടെ ജീവിതം വളരെ ആയിട്ടാണ് ഞങ്ങളിപ്പോൾ ജീവിക്കുന്നത്. മുകളിലുള്ളത് കുരങ്ങ് തരികയല്ല, മലയെണ്ണാനും കുരങ്ങും. താഴെ വീണ് കഴിഞ്ഞാൽ മുള്ളംപന്നി, കാട്ടുപന്നി, അത് കൊണ്ടുപോകാം. പിന്നെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? കൂലിപ്പണി ഞാൻ ചോദിച്ചില്ല. തൊഴിലുറപ്പിന് പോയി കഴിഞ്ഞാൽ പൈസ എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുക. പെൻഷൻ കിട്ടാൻ താമസം. ഓരോരുത്തരിങ്ങനെ ഈ പെൻഷനും കാത്ത് കെട്ടി ഇങ്ങനെ കിടക്കുക. അതും വരുന്നില്ല. പറമ്പിലുള്ളത് എടുക്കാനും പറ്റുന്നില്ല. നിങ്ങൾ തന്നെ ഇപ്പോൾ പണിയെടുപ്പിക്കാത്ത നിങ്ങളുടെ പറമ്പിൽ എന്താ ആദായം ഉണ്ടെങ്കിലല്ലേ നിങ്ങൾ വിളിച്ച് ഒരു കൂലിപ്പണിക്കാരനെ പണിയെടുപ്പിക്കുള്ളൂ. ആ പണിയെടുപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് എന്താ അതിൻ്റെ പ്രതിഫലം കൊടുക്കണ്ടേ? അതുമില്ല. പിന്നെ അത് കാടും പിടിച്ചിങ്ങനെ കിടക്കുക. കാട് വെട്ടാതെ നോക്കിയില്ല. കാട് വെട്ടി കഴിഞ്ഞാൽ അന്നേരം കേസായി. ഒരു ഓന്തിനെ കൊന്നാൽ കേസായി. ഒരു മനുഷ്യനെ ആർക്ക് വേണമെങ്കിൽ കൊല്ലാം. അതിനൊരു കേസിലോ കാണത്തല്ലോ ഒന്നുമില്ല. ഞങ്ങൾ എന്ത് ചെയ്യും? 10 ലക്ഷം രൂപയാണ് 10 ലക്ഷം രൂപയാണ് പ്രതിഫലം. അതിനിപ്പോൾ ആരെങ്കിലും അങ്ങനെ 10 അല്ല ഇനി 50 ലക്ഷം തരാമെന്ന് പറഞ്ഞാലും മരിക്കാൻ ഒരാൾ മുന്നോട്ട് ഇറങ്ങി ചെല്ലുമോ? അത് ചെല്ലുമല്ലോ. പട്ടിണിയെങ്കിൽ പട്ടിണി എന്ന് ജീവിച്ചു പോകും. എങ്ങനെയെങ്കിലുമൊക്കെ അല്ലാണ്ടുള്ള ഒരു തന്നെ മുതൽ കക്കാനും പിടിച്ചു പറിക്കാനും പോകുന്നില്ല. എന്തെങ്കിലുമൊക്കെ ആക്കി ജീവിക്കുക തന്നെയാണ്. കാരണം അതുപോലെ ഞങ്ങളുടെ ജീവിതപ്പം. രാത്രിയായ പുറത്തേക്ക് ഇറങ്ങാനും പറ്റിയല്ല. രാത്രി ഇത് എവിടെയാണ് നിൽക്കുന്നതെന്ന് അറിയാൻ പറ്റിയല്ലോ. ചേട്ടൻ കണ്ടിട്ടുണ്ടോ ഈ കാട്ടുപോത്തിന്റെയൊക്കെ മുഖാമുഖം വന്നിട്ട്? ഞാൻ മിനിയാന്ന് മറ്റേ പോത്തുംചോല ചാലരത്തിൽ വെച്ച് കണ്ടു. ഇവിടെ നാൾ ഇതിലൂടെയൊക്കെ ഇറങ്ങി ഓടിയപ്പോൾ ഞാനും ഒന്ന് കാണാൻ വേണ്ടി ചെന്നു. ഇവിടുന്ന് കാണാൻ പറ്റില്ല, അവിടുന്ന് ചാലരത്തുനിന്ന് കണ്ടു. 2 ആക്രമിക്കാൻ വന്നിട്ടില്ല. അവിടുന്ന് ആരെയും ആക്രമിക്കാൻ ചെന്നിട്ടൊന്നുമില്ല. ഓടിച്ച് അന്ന് ഫോറസ്റ്റുകാരൊക്കെ ഉണ്ടായിരുന്നു. പുറകെ ഒച്ചയും ബഹളമൊക്കെ ആകുമ്പോൾ അത് ഓടിപ്പോവുക. അവർ ഇവിടുന്ന് ഒരു പാമ്പിനെ പിടിച്ച് പിന്നെ അല്ല ഇതിനെ ഓടിച്ച് ഫോറസ്റ്റുകാർ എന്ത് ചെയ്യും? അപ്പുറത്തെ കാട്ട് കൊണ്ടിടും. അത് അപ്പുറത്തൂടെ ഇറങ്ങി ഇങ്ങോട്ട് തന്നെ വരും. ഒന്നുകിൽ അതിനെ കൊല്ലാനുള്ള സംവിധാനം ചെയ്യാം. മനുഷ്യന് ജീവിക്കണ്ടേ? നമ്മുടെ മനുഷ്യനാണോ വലുത്, മൃഗമാണോ പാമ്പാണോ വലുത്? മനുഷ്യൻ ഏതാണ് വലുതെന്ന ചോദ്യമാണ്. മനുഷ്യനാണോ മൃഗമാണോ പാമ്പാണോ ഓന്താണോ വലുത് എന്ന ചോദ്യമല്ലേ വരുന്നത്? അത് ഞാൻ കാട്ടുപോത്ത് നമ്മൾ കാണുന്നുണ്ട്. അത് പാമ്പ് കാണുന്നുണ്ട്. ഇത് കാണുന്ന ഒന്നും പോച്ചുണ്ടോ? ഒരു പാർശ്വത്താണ് അപ്പോൾ ഇത് വന്നു അരിയൊന്ന് ഒപ്പതി കടന്നു. അത് പോയി. നമ്മൾ കൂട്ടുകാരനാ പറഞ്ഞ് അവൻ പോയി. എന്ത് ചെയ്യാനാ? ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച അവിടെ പരിക്കരു ചത്ത് മരിച്ച ചങ്ങാതി ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ പഠിച്ച. ഞാനിപ്പോ പേപ്പറിൽ പോട്ടെ കണ്ടപ്പോ നിങ്ങൾ മനസ്സിലായി.
നമ്മുടെ കർഷകരുണ്ടോ? അത് മെഡിക്കൽ കോളേജിലേക്ക് ഇരിക്കുന്ന കൊണ്ടുവന്നില്ല. പെട്ടെന്ന് ഇത് കണ്ടപ്പോഴായിരിക്കും വിഷമമായി. പത്രം കണ്ടപ്പോൾ ഭക്ഷണം വരാൻ കാട്ടുമ്പോൾ മനസ്സിലായി. ഇവിടെ വന്ന് ഒന്നിച്ച് കൂടി ആൾക്കാരും പഠിച്ച കോഴിക്കോട് എബ്രഹാമിന്റെ വസതിയുടെ സമീപത്ത് നിന്നുകൊണ്ടാണ് ഇപ്പോൾ അനീഷ് ഇത്തരം വിശദാംശങ്ങളും മറ്റുമൊക്കെ പങ്കുവെക്കുന്നത്. സഹപാഠി ആയ വ്യക്തിയുടെ പ്രതികരണങ്ങളടക്കമാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം ഉൾപ്പെടെ ആവശ്യപ്പെട്ട് എബ്രഹാമിന്റെ കുടുംബം രംഗത്ത് എത്തിയിരിക്കുകയാണ്. ആവശ്യങ്ങൾ അംഗീകരിക്കാതെ പോസ്റ്റ്മോർട്ടം നടത്താൻ അനുവദിക്കില്ല എന്ന നിലപാടിൽ ആണ് ബന്ധുക്കൾ. വിവരങ്ങളുമായി വിനേഷ് കുമാർ കൂടി ചേരുന്നുണ്ട്. വിനേഷ്, 10,000 ശമ്പളം വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഒരു ദിവസം വൈകിയാൽ ഭരണകൂടത്തിന് മുന്നിൽ സമരം ചെയ്യാൻ അവർക്ക് സംഘടനയുണ്ട്. പക്ഷേ ഈ കർഷകരുടെ വികാരം കേട്ടുകാണും. അവർക്ക് ഭരണകൂടത്തിന് മുന്നിലൊന്നും സമരം ചെയ്യാൻ ശേഷിയില്ല. അപ്പോൾ കുടുംബം പട്ടിണിയായി പോകും. പക്ഷേ ഇത്തരം സാഹചര്യത്തിലെങ്കിലും ചോദിച്ചു വാങ്ങാൻ സാധിക്കേണ്ട അവസ്ഥയാണുള്ളത്. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ എബ്രഹാമിന്റെ കുടുംബം? അഭിലാഷ്, അബ്രഹാമിന്റെ മൃതദേഹം ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മോർച്ചറിയിലാണ് ഉള്ളത്. പോസ്റ്റ്മോർട്ടം നടപടികളൊന്നും തന്നെ ആരംഭിച്ചിട്ടില്ല. 7:30 പോലീസ് ഇൻക്വസ്റ്റ് നടത്തി 10 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇൻക്വസ്റ്റ് നടപടികൾ നടത്താൻ അനുവദിക്കില്ല എന്നുള്ളൊരു നിലപാടിലാണ് ഇപ്പോൾ നാട്ടുകാരും അതുപോലെ തന്നെ ബന്ധുക്കളും. കാരണം ഇവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന പ്രധാനമായും 3 ആവശ്യങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഒന്ന്, ഈ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇവരുടെ അതായത് അബ്രഹാമിന്റെ കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുക. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് സർക്കാർ ജോലി നൽകുക. ഒപ്പം തന്നെ അദ്ദേഹത്തിനെ ആക്രമിച്ച പോത്തിനെ വെടിവെച്ച് കൊല്ലുക എന്നിങ്ങനെ 3 ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ 3 ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കുന്ന പക്ഷം മാത്രമായിരിക്കും ഇൻക്വസ്റ്റും ഒപ്പം തന്നെ തുടർന്നുള്ള പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് പോകാൻ അനുവദിക്കുകയുള്ളൂ എന്നുള്ള നിലപാടിൽ ഇപ്പോഴും അവർ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ 7:30 ഇതിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കേണ്ടത്. ഇപ്പോൾ 10 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം ആരംഭിക്കേണ്ടതാണ്. പക്ഷേ ഇതിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പോലീസും എല്ലാവരും എത്തിയിട്ടുണ്ട്. പക്ഷേ ഇൻക്വസ്റ്റ് നടപടികൾ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹവുമായി കോൺഗ്രസ് പ്രവർത്തകരോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കിഫ പോലുള്ള സംഘടനകളോ പ്രതിഷേധവുമായി റോഡിലിറങ്ങും എന്നുള്ളൊരു വിവരം രഹസ്യാന്വേഷണ വിഭാഗത്തിന് അത്തരത്തിലൊരു വിവരം ലഭിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സ്ഥലത്ത് വൻ പോലീസ് സന്നാഹമുള്ളത്. എന്തായാലും ഇതുവരെയും ഇൻക്വസ്റ്റ് നടപടികളൊന്നും തന്നെ ആരംഭിച്ചിട്ടില്ല. അഭിലാഷ്, അതാണ് കുടുംബത്തിന്റെ നിലപാട്. അതേസമയം വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഉന്നതതല യോഗം ഇന്ന് ചേരും. ഉച്ചയ്ക്ക് 2:30 വനമന്ത്രിയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത്. വിവരങ്ങളുമായി വി അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഇത്തരം യോഗങ്ങൾ, കൂടിയാലോചനകൾ ഒക്കെ നേരത്തെയും നടന്നിട്ടുണ്ട്. ഇത് തീരുമാനത്തിലേക്ക് എത്തുന്നില്ല, തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നില്ല. അതാണ് പ്രധാനപ്പെട്ട ആക്ഷേപവും പരാതിയും. അതിനൊരു മാറ്റം ഉണ്ടാകുമോ? അഭിലാഷ്, ഏറ്റവും അധികം ഉണ്ടാക്കുന്ന വിഷയമായി ഈ ആക്രമണം മലയോര മേഖലയിലെ വനമേഖലയിലെ മനുഷ്യരും വന്യജീവികളുമായ സംഘർഷം മാറിയിരിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് വീണ്ടും ഇന്നൊരു യോഗം വനമന്ത്രി വിളിച്ചിരിക്കുന്നത്. ഇതുവരെ ചെയ്ത നടപടികൾ, ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് വനമന്ത്രിയുടെ ഓഫീസിന്റെ അറിയിപ്പ്. പക്ഷേ അഭിലാഷ് സൂചിപ്പിച്ച പോലെ ഓരോ തവണ ഇത്തരം അപകടമുണ്ടാകുമ്പോഴും ഇത്തരം ആളുകൾ കൊല്ലപ്പെടുമ്പോഴും കൃഷിനാശമുണ്ടാകുമ്പോഴും യോഗങ്ങൾ ചോരുന്നതിന് കുറവില്ല. പക്ഷേ ആ യോഗങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ അതേപടി നടപ്പാക്കുന്നുണ്ടോ എന്ന കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവിടെ തന്നെ ഈ കൃത്യമായി കാട്ടുപോത്ത് ഇറങ്ങിയ കാര്യം നാട്ടുകാർ വനം വകുപ്പിനെ അറിയിച്ചതാണ്. പക്ഷേ അതിനെ തുരത്താനോ അല്ലെങ്കിൽ അതിൽ നിന്ന് കൂടുതൽ ആക്രമണം തടയാനോ ഉള്ള ഒരു നടപടിയും വനം വകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടായില്ല എന്ന ആക്ഷേപമാണ് ഉയർന്നത്. അതിനിടെയാണ് വീണ്ടും യോഗം ചെയ്തത്. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയമാണ്. സർക്കാരിനെതിരെ വലിയ ജനവികാരം ഈ വിഷയത്തിൽ മലയോര മേഖല ജനങ്ങൾക്കുണ്ട്. പക്ഷേ രാഷ്ട്രീയമായി അത് മുതലെടുക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് ജനങ്ങളെ നിരന്തരം ബാധിക്കുന്ന, ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പോലും കഴിയാത്തൊരു അവസ്ഥ പല മലയോര മേഖലകളിലും ഉണ്ടാകുന്നു. ആ സാഹചര്യത്തിൽ കൂടി കുറച്ചുകൂടി ഗൗരവമുള്ള നടപടികൾ വനം വകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായും പ്രധാനപ്പെട്ട യോഗം ഇന്ന് ചേരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് സമയം കൂടിയാണ്. അതുകൊണ്ട് ഇത്തരം പ്രതിഷേധങ്ങളെ എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുവാനുള്ള ഊർജിതമായ നീക്കം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കൂടി ഉണ്ടാകും എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാം. വരും മണിക്കൂറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. അതേസമയം തന്നെ അതിരപ്പള്ളിയിൽ കാട്ടാനാക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം ശക്തമാണ്. കോൺഗ്രസ് ഇന്ന് കരിദിനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിനിടെ വന്യജീവി ആക്രമണം തടയുന്നതിന് വനംവകുപ്പ് പ്രത്യേക
യോഗം വിളിച്ചതാണ് നേരത്തെ അരുൺ റിപ്പോർട്ട് ചെയ്തത്. ഡാനി ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ഡാനി, വലിയ നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ ഈ പ്രദേശത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട് വിനോദസഞ്ചാരികൾക്ക് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? അഭിലാഷ്, നേരത്തെയും ഈ വാഴശാല അതോടൊപ്പം അതിരപ്പള്ളി വനമേഖലകളിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങുന്നതായിട്ട് തന്നെ നേരത്തെ ഇതിന്റെ വാർത്തകൾ ഉണ്ടായിരുന്നു. പ്ലാന്റേഷൻ ആ ഭാഗത്തെല്ലാം തന്നെ ഈ കാട്ടാനക്കൂട്ടം ഇറങ്ങുന്നു എന്നത് സംബന്ധിച്ച പിന്നെ പരാതികളടക്കം നാട്ടുകാരുടെ ഭാഗത്തുണ്ട്. തടയാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നില്ല എന്നെല്ലാം തന്നെ പറഞ്ഞിരുന്നു. ഇതിനൊടുവിലാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്ന കാട്ടാന ആക്രമണം. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ കോൺഗ്രസ് കരിദിനം ആചരിക്കുകയാണ്, കരിദിനം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ അവിടെ റോഡ് തടയാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ പരീക്ഷയ്ക്ക് പോകുന്ന വിദ്യാർത്ഥികളടക്കം ഇത് വലയ്ക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നതുകൊണ്ട് പോലീസ് അവരെ വളരെ പെട്ടെന്ന് നീക്കം ചെയ്യുകയും ചെയ്തു. എന്നാലും പ്രതിഷേധം അവിടെ ശക്തമായിട്ട് തന്നെ തുടരുകയാണ്. ഒപ്പം ഈ ആദിവാസി അതിരപ്പള്ളി ജനവാസ മേഖലയിലെ വന്യജീവി ആക്രമണം തടയുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക യോഗം അത് വിളിച്ചു ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം അവിടെ ചാലക്കുടി വാഴച്ചാൽ DFOമാർ ഉൾപ്പെടെയുള്ളവർ ഈ സംയുക്ത യോഗത്തിലേക്ക് ചേരുന്നുണ്ട്. റേഞ്ചർമാരും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമായും തന്നെ രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കുക, അതോടൊപ്പം ഫെൻസിംഗ് ഉൾപ്പെടെ സ്ഥാപിച്ച് ജനമേഖലയിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഇത് കൂടുതൽ പ്രാവർത്തികമാക്കുക എന്നതാണ് ഒരു ചർച്ചയായിട്ട് വരുന്നത്. നാട്ടുകാരുടെയും അതോടൊപ്പം തന്നെ ഈ മേഖലയിലുള്ളവരുടെയും പ്രധാനപ്പെട്ട ഒരു ആവശ്യവും അത് തന്നെയായിരുന്നു. ഫലപ്രദമായ രീതിയിലുള്ള ഫെൻസിങ് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വന്യമൃഗങ്ങൾ കൂടുതൽ ഈ മേഖലകളിലേക്ക് ഇറങ്ങുന്നത്. ഇത് ഒരു മലയോര മേഖലയാണ് എന്ന കാര്യം എല്ലാവരും സമ്മതിക്കുമ്പോൾ പോലും ഇത്തരം ഒരു പ്രതിരോധ നടപടികൾക്കടക്കം ഉള്ള കാര്യത്തിലുള്ള ഒരു ഉൾക്കാഴ്ച വേണം, അതോടുകൂടിയുള്ള നടപടികൾ വേണമെന്നൊരു ആവശ്യം പല ഭാഗങ്ങളും ഉയരുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഈ യോഗത്തില് ചർച്ചയാവുന്നുണ്ട്. വിനോദസഞ്ചാര മേഖല കൂടിയാണ്. ഇവിടെ സഞ്ചാരികൾക്ക് ഇന്ന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ മേഖലയിൽ ഇന്ന് സഞ്ചാരികളെ പ്രവേശിപ്പിക്കില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. ഇന്നത്തെ വാർത്താ ദിനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളായി മാറുന്നത് തീർച്ചയായും ഇത്തരം വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട മരണങ്ങൾ തന്നെയാണ്. മറ്റു വാർത്തകൾ പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഈ വെങ്കല പ്രതിമ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമ നിർമ്മിക്കാൻ ഇന്ത്യക്ക് കഴിയും എന്നുള്ളതിന്റെ തെളിവാണ്. ഇത് വെറും ഒരു ശില്പമാകരുത്, ഇതിലൊരു വലിയ സന്ദേശം കൂടിയുണ്ട്. വ്യക്തികളും സ്റ്റേഷനിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കും. 1.35 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ആദ്യഘട്ടത്തിലെ അവസാന സ്റ്റേഷൻ നിർമ്മിക്കുന്നത്. ആലുവ മുതൽ തൃപ്പൂണിത്തുറ സ്റ്റേഷൻ വരെ 25 സ്റ്റേഷനുകളിലായി 27.125 കിലോമീറ്റർ ദൈർഘ്യമാണ് കൊച്ചി മെട്രോയുടെ ഒന്നാം ഘട്ടത്തിൽ പിന്നിടുക. ആലുവ മുതൽ തൃപ്പൂണിത്തുറ ടെർമിനൽ വരെ 75 രൂപയാണ് അംഗീകൃത ടിക്കറ്റ് നിരക്ക്. ഇതിൽ 15 രൂപ ഇളവ് അനുവദിച്ചിട്ടുണ്ട്. 4 വർഷത്തിനകം കൊച്ചി മെട്രോ നെടുമ്പാശ്ശേരി വിമാനത്താവളം വരെ ദീർഘിപ്പിക്കാനാകുമെന്ന് KMRL MD ലോക്നാഥ് ബെഹ്റ. വിചാരിച്ചതിലും വേഗത്തിൽ ഒന്നാം ഘട്ടം പൂർണ്ണമായും പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാം ഘട്ടം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും ബെഹ്റ ന്യൂസ് 18നോട്. അതിരപ്പള്ളിയിൽ കാട്ടാനാക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം ശക്തം. കോൺഗ്രസ് ഇന്ന് കരിദിനം പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിരപ്പള്ളി വാഴച്ചാൽ വിനോദസഞ്ചാര മേഖലയിൽ ഇന്ന് നിയന്ത്രണം ഏർപ്പെടുത്തി. സഞ്ചാരികളെ ഈ മേഖലയിൽ പ്രവേശിപ്പിക്കില്ല. പ്രതിഷേധങ്ങളെ തുടർന്നാണ് വനവകുപ്പിന്റെ തീരുമാനം. കോഴിക്കോട് കക്കയത്ത് ആളെ കൊന്ന കാട്ടുപോത്തിനെ കണ്ടെത്തി മയക്കുവെടി വയ്ക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ടു. പ്രശ്നബാധിത പ്രദേശങ്ങളിൽ സംരക്ഷണം ശക്തിപ്പെടുത്തുന്നതിനും കൂടുതൽ വനപാലകരെ ഉൾപ്പെടുത്തുന്നതിനുമുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ഉയർന്ന താപനില കാരണം കാട്ടിൽ നിന്ന് വന്യമൃഗങ്ങൾ പുറത്തുവരാൻ സാധ്യതയുള്ളതിനാൽ വനത്തിൽ പ്രവേശിപ്പിക്കരുതെന്ന് പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. കൂടാതെ ഏതെങ്കിലും വന്യമൃഗങ്ങളെ ജനവാസ കേന്ദ്രങ്ങൾക്ക് സമീപം കണ്ടാൽ ടോൾ ഫ്രീ നമ്പറിൽ അറിയിക്കണമെന്നും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ. വയനാട് പൂക്കോട് കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ അധികൃതരുടെ വീഴ്ച പരിശോധിക്കാൻ സർവകലാശാല 4 അംഗ സമിതി നിയോഗിച്ചു. ഡീൻ, അസിസ്റ്റന്റ് വാർഡൻ എന്നിവരുടെ വീഴ്ചയാണ് വൈസ് ചാൻസലർ നിയോഗിച്ച സമിതി പരിശോധിക്കുക. അതിനിടെ കോളേജിന് മുന്നിൽ കഴിഞ്ഞ ദിവസം നടന്ന മാർച്ചിനിടെയുണ്ടായ സംഘർഷത്തിൽ സമരക്കാർക്കെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തു. സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് പോഷക സംഘടനാ അധ്യക്ഷന്മാർ
സംയുക്തമായി നടത്തുന്ന നിരാഹാര സമരം 3-ാം ദിവസത്തിലേക്ക്. വയനാട് പൂക്കോട് കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണത്തിൽ അധികൃതരുടെ വീഴ്ച പരിശോധിക്കാൻ സർവകലാശാല 4-അംഗ സമിതിയെ നിയോഗിച്ചു. ഡീൻ, അസിസ്റ്റന്റ് വാർഡൻ എന്നിവരുടെ വീഴ്ചയാണ് വൈസ് ചാൻസലർ നിയോഗിച്ച സമിതി പരിശോധിക്കുക. അതിനിടെ കോളേജിന് മുന്നിൽ കഴിഞ്ഞ ദിവസം നടന്ന മാർച്ചിന് ഇടയുണ്ടായ സംഘർഷത്തിൽ സമരക്കാർക്കെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തു. സിദ്ധാർത്ഥിന്റെ ദുരൂഹമരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് പോഷക സംഘടനാ അധ്യക്ഷന്മാർ സംയുക്തമായി നടത്തുന്ന നിരാഹാര സമരം 3-ാം ദിവസത്തിലേക്ക് കടന്നു. ഇന്നലെ രാത്രി VM സുധീരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച സെക്രട്ടേറിയറ്റ് നടയിലെ സമരപ്പന്തലിൽ എത്തി. ഇന്ന് മഹിളാ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ സമരനായകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് സെക്രട്ടേറിയറ്റ് പരിസരത്ത് ഒരുക്കിയിട്ടുള്ളത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ ആണ് ചേരുന്നത്. ഡാൻ, ഈ സമരം കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണോ തീരുമാനം? തീർച്ചയായിട്ടും അഭിലാഷ്, സംസ്ഥാനത്തെ മുഴുവൻ ക്യാമ്പസുകളിലേക്കും സിദ്ധാർത്ഥന്റെ ദുരൂഹ മരണത്തിൽ ഉള്ള അവ്യക്തത നീക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് KSUവിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് നടക്കുന്നത്. അതിന് പിന്നാലെ പുറമെയാണ് സെക്രട്ടേറിയറ്റിൽ സമാനതകളില്ലാത്ത വിധത്തിൽ 3 പോഷക സംഘടനകളുടെയും അധ്യക്ഷന്മാർ സംയുക്തമായി ഇത്തരത്തിൽ നിരാഹാര സമരം നടത്തുന്നത്. 3-ാം ദിവസത്തിലേക്ക് പിന്നിടുമ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാക്കളെല്ലാം സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇന്ന് രാവിലെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തുമെന്നാണ് വിവരം. ഇന്നലെ വൈകിട്ട് VM സുധീരൻ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ പന്തലിലെത്തിയിരുന്നു. അതായത് ഇതിനെ കൃത്യമായ ഒരു സർക്കാരിനെതിരായ ഒരു അക്രമ രാഷ്ട്രീയത്തിനെതിരെ പ്രചാരണ ആയുധമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് പോഷക സംഘടനകളുടെ അധ്യക്ഷന്മാർ നടത്തുന്ന നിരാഹാര സമരത്തിലൂടെ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. അതോടൊപ്പം എടുത്തു പറയേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം, യൂത്ത് കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ സെക്രട്ടറിയിലേക്ക് സമാനമായ വിഷയം ഉന്നയിച്ചുകൊണ്ട് പ്രതിഷേധ മാർച്ചും നടക്കും. അക്രമ സംഭവങ്ങൾ ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ വൈകാരികമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് വലിയ സുരക്ഷയാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത്. ഇതേ വിഷയത്തിൽ MSFന്റെ മാർച്ചും ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് രാവിലെ 11 മണിക്ക് നടക്കും. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ കൂടുതൽ ശക്തമായ പ്രതിഷേധം തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റു വാർത്തകളിലേക്ക് കടക്കുമ്പോൾ, കടമെടുപ്പ് പരിധി കൂട്ടണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച ഹർജിയിൽ സുപ്രീം കോടതിയിൽ ഇന്ന് വാദം തുടങ്ങും. കോടതിക്ക് പുറത്ത് പരിഹരിക്കാനുള്ള സാധ്യതകൾ ഇല്ലാതായതോടെയാണ് ഇന്നും നാളെയുമായി കേസിൽ വാദം നടക്കുന്നത്. MG മിഥുൻ ആണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. മിഥുൻ, ഈ വിഷയം പുറത്തു പരിഹരിക്കൂ എന്നൊരു നിർദ്ദേശം കോടതി മുന്നോട്ട് വെച്ചിരുന്നു. ആ സാധ്യതകൾ അടയുകയും ചെയ്തു. ഇനി കോടതിയുടെ നിലപാട് നിർണായകമാകുമല്ലോ. പക്ഷേ ഒരു ഫെഡറൽ സംവിധാനത്തിൽ എത്രത്തോളം കോടതിയുടെ ഇടപെടൽ പ്രതീക്ഷിക്കേണ്ടതുണ്ട്? അഭിലാഷ്, തീർച്ചയായും അതായത് കോടതി ഇടപെടൽ വളരെ നിർണായകമാകുന്ന ഒരു സംഭവമാണ്. അതായത് നമുക്കറിയാം, സമീപകാലത്തെ സംബന്ധിച്ച് കേരളം അതീവ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കോടതി വാദം പൂർത്തിയാകുമ്പോൾ, ഇന്ന് നാളെയുമായിട്ടാണ് വാദം പൂർത്തിയാകുന്നത്, അതിൽ ഒരു അനുകൂല വിധി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ ഏതായാലും കേരളത്തിനുണ്ട്. നമുക്കറിയാം, ഡിസംബർ 6-നാണ് ഈ കേന്ദ്രം കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചു, ഒപ്പം തന്നെ സാമ്പത്തികമായി ഞെരുക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഡിസംബർ 6-നാണ് കേന്ദ്ര സർക്കാരിനെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിക്കുന്നത്. പിന്നീട് ഇതിൽ പ്രധാനമായും ഉന്നയിച്ച വാദങ്ങൾ കേരളത്തിൻ്റെതായിരുന്നു. 26,000 കോടി രൂപ അടിയന്തരമായി നൽകണം, ഒപ്പം തന്നെ കടമെടുപ്പ് പരിധി കൂട്ടണം, കൂടാതെ സാമ്പത്തിക ഫെഡറലിസ തത്വങ്ങളെ ലംഘിക്കുന്ന കേന്ദ്ര നടപടി അവസാനിപ്പിക്കണം, കടമെടുക്കാനുള്ള സംസ്ഥാനങ്ങളുടെ അധികാരത്തിൽ കടന്നു കയറുന്ന കേന്ദ്ര നടപടി പിൻവലിക്കണം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു ഹർജി സമർപ്പിക്കുകയും ചെയ്യുന്നത്. ഈ ജനുവരി 12-ന് ഈ കേസ് പരിഗണിച്ചപ്പോൾ സംസ്ഥാനം വലിയ രീതിയിൽ സാമ്പത്തിക ഞെരുക്കവും നേരിടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതായത് ക്ഷേമ പെൻഷനോ അല്ലെങ്കിൽ ഈ സാലറി നൽകാനോ സംസ്ഥാനത്തിന് സാധിക്കുന്നില്ല എന്നുള്ള കാര്യം കേരളത്തിന് വേണ്ടി ഹാജരായ കപിൽ സിബൽ, മുതിർന്ന അഭിഭാഷകൻ കൂടിയായിട്ടുള്ള കപിൽ സിബൽ കോടതിയെ അറിയിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്നായിരുന്നു പിന്നീട് കേന്ദ്ര സർക്കാർ നിലപാട് അറിയിക്കുന്നതിന് വേണ്ടി AG ഓഫീസ് മുഖേന സുപ്രീം കോടതി കേന്ദ്രത്തിന് നോട്ടീസ് അയക്കുന്നത്. പിന്നീട് കേന്ദ്രത്തിന് വേണ്ടി ഹാജരായ AG സംസ്ഥാനത്തിനെതിരെ വലിയ രീതിയിൽ കടന്നാക്രമിക്കുന്നതാണ് നമുക്ക് പിന്നീട് കാണാൻ സാധിക്കുകയും ചെയ്തു. അതായത് AGയുടെ വാദം ഇതൊക്കെയായിരുന്നു. അതിൽ
അതിലൊന്ന് പ്രധാനപ്പെട്ടത് സാമ്പത്തിക ഞെരുക്കത്തിന്റെ ഉത്തരവാദിത്തം അത് കേരളം മാത്രമാണ്. മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു കുഴപ്പമില്ല. കേരളത്തിന്റെ പരാജയം അത് മറയ്ക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ഹർജിയുമായി സുപ്രീം കോടതിയെ സംസ്ഥാനം സമീപിച്ചതെന്നുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാദം AG മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. ഫെബ്രുവരി 4-ന് കേന്ദ്രം ഇതുമായി ബന്ധപ്പെട്ട മറുപടി നൽകണമെന്നുള്ളൊരു ആവശ്യം ഈ കേസ് പരിഗണിച്ചതിന് ശേഷം സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിരുന്നു. അന്ന് ഫെബ്രുവരി 4-ന് ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറിപ്പ് കേന്ദ്രം ഹാജരാക്കിയിരുന്നു. ആ കുറിപ്പിൽ വലിയ രീതിയിൽ സംസ്ഥാനത്തെ വെട്ടിലാക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങളായിരുന്നു അതിൽ ഉന്നയിച്ചിരുന്നത്. അതിലൊന്ന് ഇതായിരുന്നു, അതായത് പഞ്ചാബ്, ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങൾക്ക് പുറമെ കേരളം ആണ് അതായത് ഈ ധനകാര്യ മാനേജ്മെന്റിൽ വലിയ രീതിയിൽ പരാജയമാകുന്നത്. അത് മാനേജ്മെന്റ് മറയ്ക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പ്രകടനം കാഴ്ചവെക്കുന്നത്. അത്തരത്തിൽ മോശം മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളമെന്ന് ഉള്ള വിമർശനം ഈ AG ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതായത് ആ കുറിപ്പിൽ ചൂണ്ടിക്കാണിച്ചു. ഒപ്പം തന്നെ ചില കാര്യങ്ങൾ, അതായത് കണക്ക് പ്രകാരമുള്ള കാര്യങ്ങളും ഈ കുറിപ്പിൽ വിശദമാക്കിയിരുന്നു. അതായത് 2018-19 കടമെടുപ്പ് GDP-യുടെ 31%, എന്നാൽ 2021-22 അത് കടമെടുപ്പ് GDP-യുടെ 39% ഉയരുകയും ചെയ്തു. റവന്യൂ ചെലവ് ഏകദേശം 74%-ൽ നിന്ന് 82% കൂടുകയും ചെയ്തു. അത് റവന്യൂ കമ്മി 3.17% കുറയ്ക്കുകയും ചെയ്തു. സംസ്ഥാനങ്ങളുടെ ധനക്കമ്മിയുടെ ശരാശരി ഏകദേശം 2.8%, പക്ഷേ കേരളത്തിൻ്റെത് 4.94% എന്നും കേരളം നൽകിയ ഈ കുറിപ്പിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഒപ്പം തന്നെ സംസ്ഥാനങ്ങൾക്ക് ഈ പലിശ അടയ്ക്കാവുന്ന ഒരു പരിധി അത് 10%, പക്ഷേ നിലവിൽ കേരളത്തിൻ്റെ പരിധി അത് 19% ഉയരുകയും ചെയ്തിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കടമെടുപ്പ് പരിധി കൂട്ടാനാകില്ല എന്നുള്ളൊരു നിലപാട് കേന്ദ്രത്തെ അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് ഫെബ്രുവരി 8-ന് കേന്ദ്രം, നമുക്കറിയാം, കേന്ദ്ര സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള സമരപ്രഖ്യാപനം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ സമരമൊരുക്കുന്നതായി കണ്ടു. അതിനുശേഷമായിരുന്നു പിന്നീട് ഫെബ്രുവരി 13-ന് വീണ്ടും കേസ് സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരുന്നു. ഒരു സമവായ സാധ്യതയ്ക്ക് പുറത്ത് പരിഹരിക്കാനുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനം കൈക്കൊള്ളണമെന്നുള്ളൊരു നിർദ്ദേശം സുപ്രീം കോടതി മുന്നോട്ട് വെക്കുന്നു. ഇത് കേരളവും ഇതിനുള്ള അനുകൂല നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. തുടർന്ന് നടത്തിയ ചർച്ചയിൽ ധനമന്ത്രിയുടെ നേതൃത്വത്തിൽ 4-അംഗ സമിതിയായിരുന്നു ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്തത്. പക്ഷേ അവിടെയും സമവായമാവാത്തതിനെ തുടർന്ന് ഈ ചർച്ച ബലവത്താവാതെ പോവുകയും ചെയ്തു. പിന്നീട് കേന്ദ്രം ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെച്ച ഒരു ഉപാധി ഇത് തന്നെയായിരുന്നു. അതായത് ഹർജി പിൻവലിച്ചാൽ 13,000 കോടി രൂപ നൽകാം, കടമെടുപ്പ് പരിധി അത്രയും ഉയർത്താം എന്നുള്ളൊരു നിലപാട് അല്ലെങ്കിൽ അത്തരത്തിലൊരു ഉപാധി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ ഇത് അംഗീകരിക്കാൻ കേരളം തയ്യാറായില്ല. 26,000 കോടി രൂപയാണ് തങ്ങൾക്ക് വേണ്ടത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ളൊരു നിലപാട് കേരളവും സ്വീകരിച്ചുകൂടിയാണ് വീണ്ടും അന്തിമ വാദത്തിലേക്ക് സുപ്രീം കോടതിയിലേക്ക് കേസ് എത്തിയിരിക്കുന്നത്. എന്തായാലും കേരളത്തെ സംബന്ധിച്ച വലിയ പ്രതീക്ഷയാണ് സുപ്രീം കോടതിയിലുള്ളത്. ഒരു അനുകൂല നിലപാട് സുപ്രീം കോടതിയിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് കേരളത്തിനുള്ളത്. എന്തായാലും സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന വാക്കാൽ പരാമർശങ്ങൾ പോലും വളരെ പ്രധാനപ്പെട്ടതായി മാറും. ഈ കേരളം കേന്ദ്രത്തിനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എന്തൊക്കെ എന്നാണ് മിഥുൻ വിശദീകരിച്ചത്. അതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ പരിശോധിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ വലിയ വിമർശനം ഉയർത്തുന്നത് കർഷകർ ആണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെയാണ് കർഷകരുടെ സമരം വീണ്ടും ശക്തമാക്കാനുള്ള നീക്കം നടക്കുന്നത്. ഡൽഹിയിലേക്കുള്ള മാർച്ച് ഇന്ന് പുനരാരംഭിക്കും. രാജ്യത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള കർഷകർ ഡൽഹിയിൽ എത്തണമെന്ന് ഡൽഹി ചലോ സമരസമിതി നേതാവ് സർവാൻ സിംഗ് പാന്ധറും ജഗ്ജീത് സിംഗ് ദല്ലേവാലയും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഈ മാസം 10-ന് രാജ്യവ്യാപകമായി ട്രെയിൻ തടയാനും കർഷക സംഘടനകൾ തീരുമാനിച്ചിട്ടുണ്ട്. വീണ്ടും മിഥുൻ തന്നെയാണ് വിശദാംശങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നത്. മിഥുൻ, ഈ പ്രതിഷേധം കനപ്പിക്കുക തന്നെ ചെയ്യും. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ പോലും പിന്നോട്ടില്ല എന്നാണ് കർഷകർ അറിയിച്ചിട്ടുള്ളത്. അഭിലാഷ്, അതായത് 5 വട്ട സമവായ ചർച്ചകൾ കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കർഷക നേതാക്കളുമായി നടത്തുകയും ചെയ്യുന്നു. പക്ഷേ ഈ 5 ചർച്ചകളിലും ഒരു സമവായത്തിലേക്ക് എത്താൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കൂടുതൽ സമരം ശക്തമാക്കാനുള്ള ഒരു നിലപാടിലേക്ക് കർഷക നേതൃത്വം എത്തുന്നത്. നമുക്കറിയാം, ശംഭു അതിർത്തിയിൽ കഴിഞ്ഞ ആഴ്ചയാണ് കർഷകൻ കൊല്ലപ്പെടുന്നത്, 21 വയസ്സുള്ള കർഷകൻ കൊല്ലപ്പെടുന്നത്. അതിനുശേഷം വലിയ സമര പ്രഖ്യാപനവും ഒപ്പം തന്നെ വലിയ രീതിയിൽ പ്രതിഷേധ മാർച്ചുമായി കർഷക സംഘടനകൾ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഈ മാർച്ചിനെ നേരിട്ടത് വലിയ രീതിയിൽ ഉള്ള സേനാ വിന്യാസത്തെയും ഒപ്പം തന്നെ ജലപീരങ്കിയും ലാത്തിചാർജ് അടക്കവും നടത്തുന്നത് നമ്മൾ കണ്ണീർവാതകം അടക്കമുള്ള പ്രയോഗങ്ങളും പോലീസിന്റെ ഭാഗത്തും ഉണ്ടാവുകയും ചെയ്യുന്നു. അതായത് യാതൊരു കാരണവശാലും ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ യാതൊരു കാരണവശാലും ഡൽഹി ചലോ മാർച്ച് ഡൽഹിയിലേക്ക് കടക്കാനുള്ള സാധ്യത ഉണ്ടാകില്ല. അതിനുവേണ്ടിയുള്ള സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. നിലവിൽ പഞ്ചാബ്, ഹരിയാന മേഖലയിൽ തമ്പടിച്ചിട്ടുള്ള കർഷകർ ഈ ഡൽഹി ചലോ മാർച്ചിലേക്ക് പങ്കെടുക്കുന്നില്ല. പകരം രാജ്യത്തുടനീളമുള്ള മറ്റ് കർഷകരെല്ലാം തന്നെ ട്രെയിൻ
ട്രെയിനിലും ഒപ്പം തന്നെ ബസ്സുകളിലും ഒക്കെയായി തന്നെ ഇവിടേക്ക് എത്തിച്ചേരണം, അതായത് ഇന്ന് എത്തിച്ചേരണം എന്നുള്ളൊരു ആഹ്വാനമായിരുന്നു ഈ കർഷക നേതാക്കളായിട്ടുള്ള സർവാൻ സിംഗ് പന്തറും ജഗ്ദീപ് സിംഗ് ദല്ലേവാളും നടത്തിയത്. ഒപ്പം തന്നെ മാർച്ച് 10-ന് രാജ്യത്തുടനീളം ട്രെയിൻ തടഞ്ഞുള്ള ഒരു സമരത്തിലേക്ക് നീങ്ങുന്നു. 4 മണിക്കൂർ നേരത്തോളം ട്രെയിനുകൾ തടഞ്ഞിടാനുള്ള ഒരു സമരപ്രഖ്യാപനത്തിലേക്ക് കൂടി കർഷക സംഘടനകൾ കടക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇന്ന് ഈ സമരം തുടരുന്നതുമായി ബന്ധപ്പെട്ടുള്ള സുപ്രധാന തീരുമാനങ്ങൾ ഉണ്ടാകും. ഡൽഹി ചലോ മാർച്ച് ഏത് ഘട്ടം വരെ പോകുമെന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ഒരു അന്തിമ തീരുമാനം എന്തായാലും ഇന്നെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. റൈറ്റ്. അതോടൊപ്പം തെരഞ്ഞെടുപ്പ് ചൂടിനിടയിൽ ആയിരുന്നു ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സംബന്ധിച്ച സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ഒരു വിധി പ്രഖ്യാപനമുണ്ടായത്. അത്തരം രീതിയിൽ പണം ശേഖരിക്കാൻ തയ്യാറാകരുത് രാഷ്ട്രീയ പാർട്ടികൾ എന്ന നിലപാട് കോടതി സ്വീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് പുറത്തു വരാതിരിക്കാനുള്ള നീക്കം ആണിപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. പാർട്ടികൾക്ക് നൽകിയ ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ കൈമാറാൻ സാവകാശം തേടി SBI സുപ്രീം കോടതിയെ സമീപിച്ചു. ജൂൺ 30 വരെ തീയതി നീട്ടിത്തരണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് മിഥുനാണ്. മിഥുൻ, ജൂൺ 30 എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് പൂർത്തിയായി പുതിയ സർക്കാർ അധികാരത്തിലേറുന്ന സാഹചര്യം. ഇലക്ട്രൽ ബോണ്ട് വഴി ഏറ്റവും കൂടുതൽ പണം സ്വരൂപിച്ചത് BJP ആണ് താനും. എന്താണ് വിവരങ്ങൾ? അതായത് ഇന്നാണ് സുപ്രീം കോടതി SBIക്ക് മുന്നിലേക്ക് വെച്ചിട്ടുള്ള സമയപരിധി അവസാനിക്കുന്നത്. ഇതിനു മുമ്പെയാണ്, കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതിയിൽ SBI ഇതുമായി ബന്ധപ്പെട്ട സമയപരിധി നീട്ടി നൽകണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കുന്നത്. അതായത് ജൂൺ 30 വരെ സമയം നീട്ടി നൽകണം. അതായത് ഈ സമർപ്പിച്ച അപേക്ഷയിൽ ചൂണ്ടിക്കാണിക്കുന്നത് സങ്കീർണമായ നടപടികളിലൂടെ മാത്രമേ ഈ വിവരങ്ങൾ ക്രോഡീകരിക്കാനാകൂ, അതുകൊണ്ട് തന്നെ സമയം നീട്ടി നൽകണമെന്നുള്ള ആവശ്യമാണ് ഈ ഹർജിയിൽ പ്രധാനമായും SBI മുന്നോട്ട് വെക്കുന്നത്. അതായത് നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് ഒരു സാഹചര്യമാണ്. ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് 2018 ഇത് സംബന്ധിച്ചുള്ള വിജ്ഞാപനം പുറത്തിറക്കുന്നത്, അതിന്റെ നിയമ പ്രാബല്യത്തിൽ വരികയും ചെയ്യുന്നത്. അതിനുശേഷം നിരവധി ഇലക്ട്രൽ ബോണ്ടിൽ കൂടി 2019 തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ തുക ലഭ്യമായത് കേന്ദ്ര സർക്കാരിന് തന്നെയാണ്. അത് വിവരാവകാശം ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരവധി പേർ നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് സുപ്രധാന ചരിത്രവിധി സുപ്രീം കോടതി പുറപ്പെടുവിക്കുകയും ചെയ്തത്. മാർച്ച് 6 കഴിഞ്ഞ മാസം 15-നായിരുന്നു ഇത് സംബന്ധിച്ചുള്ള ചരിത്ര വിധി ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരികയും ചെയ്ത്. പിന്നീട് കേന്ദ്ര സർക്കാർ ഒപ്പം തന്നെ മറ്റ് പാർട്ടികൾ, അതായത് BJP ഒഴികെയുള്ള മറ്റ് പാർട്ടികളൊക്കെ എത്ര തുക കൈപ്പറ്റിയിട്ടുണ്ട്, അത് ഏതൊക്കെ നേതാക്കളാണ് കൈപ്പറ്റിയത് എന്നുള്ള വിശദമായ വിവരങ്ങൾ മാർച്ച് 6-ന് മുമ്പ് തന്നെ അത് ക്രോഡീകരിച്ച് അതിൻ്റെ പട്ടിക അത് സുപ്രീം കോടതി സമർപ്പിക്കണമെന്നുള്ള നിർദ്ദേശമായിരുന്നു മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. പക്ഷേ അതിലാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു നീക്കം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. അത് തടയുന്നതിന് വേണ്ടി സമയം നീട്ടി നൽകുക, ജൂൺ 30 വരെ സമയം നീട്ടി നൽകുക എന്നുള്ള ആവശ്യം അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും അത് ഇന്ന് സുപ്രീം കോടതി പരിഗണനയിലേക്ക് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. റൈറ്റ്. ഒപ്പം സുപ്രീം കോടതിയിൽ നിന്ന് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വിധി പ്രസ്താവം പ്രതീക്ഷിക്കുന്നത് ഹിമാചലിലെ അയോഗ്യരാക്കപ്പെട്ട MLA-മാർ ആണ്. ഈ MLA-മാർ നൽകിയിട്ടുള്ള ഹർജി ഇന്ന് കോടതി പരിഗണിക്കുകയാണല്ലോ മിഥുൻ. സ്പീക്കറുടെ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടാണല്ലോ ഇപ്പോൾ ഈ MLA-മാർ രംഗത്തെത്തിയിട്ടുള്ളത്. അഭിലാഷ്, തീർച്ചയായും. അതായത് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിലായിരുന്നു ഇത്തരത്തിൽ കോൺഗ്രസിന്റെ 6 MLA-മാർ കൂറുമാറി ഈ വോട്ട് രേഖപ്പെടുത്തുന്നത്. അതിനുശേഷമാണ് വലിയ രീതിയിൽ സർക്കാരിനെ തന്നെ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തത്. അതായത് അവിടുത്തെ മുതിർന്ന നേതാവ് കൂടിയായിട്ടുള്ള വിക്രമാദിത്യ സിംഗ് അടക്കം രാജ്യപ്രഖ്യാപനം നടത്തുന്നു, മന്ത്രിസ്ഥാനം ഒഴിയുന്ന അടക്കമുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. കൂടുതൽ MLA-മാർ BJP-യിലേക്ക് പോകുമെന്നുള്ള സൂചനകളൊക്കെ ആ ഒരു ഘട്ടത്തിൽ പുറത്തു വരികയും ചെയ്തതാണ്. ഇത് മറികടക്കുന്നതിന് വേണ്ടിയായിരുന്നു ഈ MLA-മാരെ അയോഗ്യരാക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സുഖു അടക്കമുള്ള നേതാക്കൾ എത്തുന്നത്. പിന്നീട് സ്പീക്കർ ഇവരെ അയോഗ്യരാക്കിക്കൊണ്ടുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തു. ഇതിനെതിരെയാണ് ഈ 6 MLA-മാർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അയോഗ്യരാക്കിയുള്ള നടപടി ചോദ്യം ചെയ്യണമെന്നുള്ള ആവശ്യപ്പെട്ടാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. പക്ഷേ സ്വാഭാവികമായും നമുക്കറിയാം, നേരത്തെ മഹാരാഷ്ട്ര ഒപ്പം തന്നെ ഗോവ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ, ഈ ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ രീതിയിലുള്ള രാഷ്ട്രീയ നാടകങ്ങൾ അരങ്ങേറിയിരുന്നു. പക്ഷേ അന്നൊക്കെ തന്നെ മേൽക്കൈ ഉണ്ടായിരുന്നത് ഈ വിമത MLA-മാർക്കായിരുന്നു ഏറ്റവും കൂടുതൽ മേൽക്കൈ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് അനുകൂലമായ വിധി സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഈ പ്രതിസന്ധി ഉണ്ടായതിനു ശേഷം ഹിമാചൽ പ്രദേശിൽ ACCയുടെ നിരീക്ഷകരെത്തുകയും ഈ വിക്രമാദിത്യ സിംഗുമായി ആയിട്ട് വലിയ രീതിയിൽ ചർച്ച നടത്തുകയും അവിടുത്തെ പ്രതിസന്ധി ഒരു പരിധിവരെ അവർക്ക് പരിഹരിക്കാൻ സാധിച്ചു എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 6 MLA-മാർ അയോഗ്യരാക്കപ്പെടുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും അക്കാര്യത്തിൽ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ 6 MLA-മാർ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തിരിക്കുന്നത്. അതേസമയം
15 BJP MLA-മാരെ സസ്പെൻഡ് ചെയ്ത നടപടിയും ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയെ BJP MLA-മാരെ സമീപിച്ചിട്ടുണ്ട്. ആ കേസും ഇന്ന് സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഈ സുപ്രീം കോടതിയിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഇടപെടലുകൾ ഉണ്ടാകേണ്ട വാർത്തകളുടെ വിശദാംശങ്ങളാണ് മിഥുൻ പങ്കുവച്ചത്. ഒപ്പം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റൊരു രസകരമായ വാർത്തയുള്ളത് വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ 1000 സ്ഥാനാർത്ഥികളെ നിർത്താൻ പ്രമേയം പാസാക്കി എന്നുള്ളതാണ്. മറാഠ സംവരണ പ്രക്ഷോഭകർ ആണ് ഇത് സംബന്ധിച്ച് പ്രമേയം പാസാക്കിയത്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ മാസമാണ് മഹാരാഷ്ട്രയിൽ മറാഠ സംവരണ പ്രക്ഷോഭം വീണ്ടും ശക്തമായത്. മിഥുൻ ചേരുന്നുണ്ട്. മിഥുൻ, ഇതിൽ ഈ തെരഞ്ഞെടുപ്പ് സമയമാണ്, അതുകൊണ്ട് തന്നെ പ്രതിഷേധങ്ങൾക്ക് പല സ്വഭാവമുണ്ട്. 1000 സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുമ്പോൾ അവർ പ്രധാനമന്ത്രി തോൽപ്പിക്കാനൊന്നുമല്ല, പക്ഷേ ആ പ്രതിഷേധത്തിന്റെ സാധ്യത പ്രയോജനപ്പെടുത്തുകയാണല്ലോ. എന്താണ് ഈ പ്രക്ഷോഭകരുടെ ആവശ്യം? അഭിലാഷ്, ഈ മറാഠ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട് കാലങ്ങളായി ഈ ഒരു പ്രക്ഷോഭ സമരം നടക്കുന്നുണ്ട്. കാലങ്ങളായി, അതായത് മുൻകാലത്ത് ഭരിച്ചിരുന്ന സർക്കാരൊക്കെ തന്നെ ഇതിന്റെ ഈ സംവരണ ബില്ല് നടപ്പാക്കുകയും ചെയ്തതാണ്. പക്ഷേ അത് സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ അത് നിയമസാധുതയില്ലാതെ അത് അസാധുവായി പോകുന്ന കാര്യങ്ങൾ നമ്മൾ കാണുകയും ചെയ്തിട്ടുള്ളത് തന്നെയാണ്. അതേ രീതിയിൽ തന്നെയാണ്, അതായത് തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള മറാഠ സംവരണ ബില്ല് നടപ്പാക്കിയത്. 10% സംവരണം നടപ്പാക്കിയെന്നുള്ള ഒരു കാര്യമാണ് ഈ പ്രക്ഷോഭർ മുന്നോട്ട് വെക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസമാണ് വീണ്ടും ഈ പ്രക്ഷോഭർ രംഗത്ത് വരുന്നത്. ജാരംഗെ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിരാഹാര സമരം ജൽനയിൽ നടക്കുന്നുണ്ട്. ഇവിടെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭവും ഒപ്പം തന്നെ ബസ്സടക്കം കത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തു. ഈ ഒരു സാഹചര്യം, ഈ പ്രക്ഷോഭം കൂടുതൽ ശക്തമാകുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ പ്രക്ഷോഭകർ ഒരു പ്രമേയം പാസ്സാക്കുന്നത്. അത് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുന്ന വാരണാസിയിൽ 1000 സ്ഥാനാർത്ഥികളെ നിർത്താനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഈ പ്രക്ഷോഭകർ എത്തിയിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പ്രമേയം പാസ്സാക്കുകയും ചെയ്തു. അത് എത്രത്തോളം സാധ്യമാകുന്നുള്ള കാര്യം നമുക്ക് എന്തായാലും കണ്ടറിയിരിക്കുന്നു. എന്തായാലും സംവരണം നടപ്പാക്കി കാര്യങ്ങൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബ്രാഹ്മണിക്കൽ ട്രിക്ക് മാത്രമാണ്. അതായത് പ്രധാനമായും ഇവർ ഏകനാഥ് ഷിൻഡെ അല്ല, ദേവേന്ദ്ര ഫട്നാവിസിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവർ കൂടുതൽ പ്രക്ഷോഭം ശക്തമാക്കുന്നത്. അതായത് ദേവേന്ദ്ര ഫട്നാവിസ് അവിടുത്തെ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ 10% സംവരണം നടപ്പാക്കിക്കൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയുന്ന ഒരു ബ്രാഹ്മണിക്കൽ ട്രിക്ക് മാത്രമാണ് ഇതാണ് എന്നാണ് ഇവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ OBC സർട്ടിഫിക്കറ്റ് നൽകണം എന്നുള്ള ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഈ 10% സംവരണം നൽകിയാൽ ഒരുപക്ഷെ അത് 50% മുകളിലേക്ക് പോകും. അങ്ങനെ വന്നാൽ അത് നിയമസാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു നിയമം നടപ്പാക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ബിൽ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു നിലപാട് തന്നെയാണ് പ്രക്ഷോഭകർ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു രസകരമായ തീരുമാനത്തിലേക്ക്, അവരെ സംബന്ധിച്ച് രസകരമായ തീരുമാനമല്ല എങ്കിൽ പോലും തന്നെ കേൾക്കുന്നവർക്ക് അത് വളരെ രസകരമായ ഒരു തീരുമാനമാണ് 1000 സ്ഥാനാർത്ഥികളെ നിർത്തുക എന്നുള്ളത്. തീർച്ചയായും ദേശീയ തലത്തിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന, ഇന്ന് വാർത്താ ഡെവലപ്മെന്റ്സിന് സാധ്യതയുള്ള റിപ്പോർട്ടുകളുടെ സമഗ്ര രൂപം ആണ് നാഷണൽ ഡെസ്കിൽ നിന്നും മിഥുൻ നൽകിയത്. അതേസമയം കേരളത്തിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുകയാണ്. ആ വാർത്തയുണ്ട്. ഒപ്പം കേരളത്തിന്റെ വികസന കുതിപ്പിന് വലിയ ചുവടുവയ്പായി മാറുന്ന മെട്രോ തൃപ്പൂണിത്തുറ നഗരത്തിലേക്ക് കൂടി നീളുന്നു എന്നുള്ള റിപ്പോർട്ടുമുണ്ട്. അത്തരം വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. VM സുധീരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സെക്രട്ടേറിയറ്റ് നടയിലെ സമരപ്പന്തലിലെത്തി. ഇന്ന് മഹിളാ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ സമരനായകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് സെക്രട്ടേറിയറ്റ് പരിസരത്ത് കനത്ത സുരക്ഷ. നവകേരള സദസ്സിന്റെ തുടർച്ചയായി ന്യൂനപക്ഷ വിഭാഗങ്ങളുമായുള്ള മുഖ്യമന്ത്രിയുടെ മുഖാമുഖത്തിന് ഇന്ന് തുടക്കം. ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പുരോഗതിയും ഭരണഘടനാ അവകാശങ്ങളും പ്രാതിനിധ്യവും ഉറപ്പുവരുത്തുക എന്നതാണ് ലക്ഷ്യം. ആദ്യഘട്ടമായി മുസ്ലിം വിഭാഗങ്ങളുമായാണ് ഇന്നത്തെ മുഖാമുഖം. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സംഘടിപ്പിക്കുന്ന ഇൻസാഫ് എന്ന പേരിലുള്ള പരിപാടിയുടെ ഉദ്ഘാടനം രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. തിരുവനന്തപുരത്തെയും കേരളത്തിന്റെയും സമഗ്ര വികസനം ഉറപ്പുവരുത്താനാണ് വോട്ട് തേടുന്നതെന്ന് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ന്യൂസ് 18നോട്. തിരുവനന്തപുരത്തിന് മോദിയുടെ ഗ്യാരണ്ടി വികസനമാണെന്നും സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് ധനപ്രതിസന്ധിക്ക് വഴിവെച്ചതെന്നും രാജീവ് ചന്ദ്രശേഖർ. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക വൈകും. സ്ഥാനാർത്ഥികളെ 2 ദിവസത്തിനകം തീരുമാനിക്കും. സംസ്ഥാന നേതാക്കൾ കേന്ദ്ര നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തി. ഈരാറ്റുപേട്ട തീവ്രവാദ സാന്നിധ്യമുള്ള മേഖല എന്ന റിപ്പോർട്ട് പോലീസ് തിരുത്തിയതായി മന്ത്രി VN വാസവൻ.
മിനി സിവിൽ സ്റ്റേഷൻ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ സ്ഥലം വിട്ടു നൽകൽ ആകില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ജില്ലാ പോലീസ് മേധാവി നേരത്തെ റിപ്പോർട്ട് നൽകിയത്. അതേസമയം മന്ത്രിയുടെ നിലപാടിനെതിരെ ബിജെപി രംഗത്ത് വന്നു. കാട്ടുപന്നിയെ കണ്ട് ഭയന്നോടി കിണറ്റിൽ വീണ വീട്ടമ്മയെ ഒരു ദിവസത്തിന് ശേഷം രക്ഷപ്പെടുത്തി. 20 മണിക്കൂറിന് ശേഷമാണ് വീട്ടമ്മയെ രക്ഷപ്പെടുത്തിയത്. അടൂർ പരുത്തിപ്പാറയിൽ എലിസബത്ത് ബാബുവിനെയാണ് ഫയർഫോഴ്സ് രക്ഷപ്പെടുത്തിയത്. ഇടവേളയ്ക്ക് ശേഷം സമരം ശക്തമാക്കാൻ തീരുമാനിച്ച് കർഷകർ. ഡൽഹിയിലേക്കുള്ള മാർച്ച് ഇന്ന് പുനരാരംഭിക്കും. രാജ്യത്തിന്റെ ഭൂമിയെ ആകാശവുമായി ബന്ധിപ്പിക്കുന്ന സർദാർ പട്ടേലിന്റെ ഈ വെങ്കല പ്രതിമ ഒരു തെളിവാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ നിർമ്മിക്കാനുള്ള കെൽപ്പ് ഇന്ത്യക്കുണ്ട് എന്നുള്ള കാര്യം മാത്രമല്ല, അത് അതിന്റെ റെക്കോർഡ് ബ്രേക്കിംഗ് വേഗതയിൽ നിർമ്മിക്കാൻ കഴിയും എന്നുള്ളത് കൂടി തെളിയിച്ചു. എവിടെയെങ്കിലും ഒരു എക്സ്പ്രഷനിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും ഉണ്ടായാൽ പോലും അത് വലിയ ജനരോഷത്തിന് കാരണമാകുമായിരുന്നു. ഈ സ്റ്റാച്യുവിന് കുറെ നാളുകളായി പഠനങ്ങൾ കണ്ടക്ട് ചെയ്തു വരികയായിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തിന്റെ ആയിരക്കണക്കിന് ഫോട്ടോസ് മുഴുവനായും പരിശോധിച്ചു. പല ലെവൽസും ഏകദേശം 1 വർഷത്തോളം നോക്കി. ഈ പ്രതിമ 150 കിലോമീറ്റർ വേഗതയുള്ള കാറ്റിന് ഉചിതമായി രൂപകൽപ്പന ചെയ്തതാണ്. എല്ലാ സമ്മർദ്ദങ്ങളും കൈകാര്യം ചെയ്യാൻ ശക്തമാക്കി രൂപകൽപ്പന ചെയ്തു. 2018 ഒക്ടോബർ 31 സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉടനെ തന്നെ ഗുജറാത്തിലെ ഈ ഒരു ചെറിയ പ്രദേശമായ ഏക്താ നഗർ ലോക ഭൂപടത്തിൽ സ്ഥാനം പിടിച്ചു. എന്റെ ലക്ഷ്യം ആകർഷണം ഉണ്ടാക്കുക എന്നതായിരുന്നില്ല, ഒരു പ്രചോദനമുണ്ടാക്കുക എന്ന ലക്ഷ്യമായിരുന്നു എനിക്ക്. അതുകൊണ്ട് ഇതിന്റെ നിർമ്മാണത്തിന് മുമ്പുണ്ടായിരുന്ന ഒത്തൊരുമ എങ്ങനെയാണോ, നിർമ്മാണ സമയത്തും അതേ ഒത്തൊരുമ തന്നെ ഉണ്ടായി, നിർമ്മിച്ചതിന് ശേഷവും ഉണ്ടായി. പിന്നെ ആ സ്ഥലം മുഴുവൻ ഭാരതത്തിന്റെ ഏകതയുടെ പുണ്യ സ്ഥലമായി മാറ്റണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ടായി. അവിടെ വരുന്ന ജനങ്ങൾ എന്താണോ ടൂറിസത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നത് അത് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലുണ്ട്. സ്ഥലത്തിന്റെ സോഷ്യൽ എക്കണോമി എപ്പോഴാണ് വളരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു ലാൻഡ്മാർക്ക് സ്ട്രക്ചറോ ഒരു ലാൻഡ്മാർക്ക് ഡെസ്റ്റിനേഷൻ വരുമ്പോൾ മാത്രമാണ്. കുറെ മാറ്റങ്ങൾ വന്നു. ഇതിനു മുമ്പ് സ്ത്രീകൾ വീട് വിട്ട് പുറത്തേക്ക് പോകില്ലായിരുന്നു. ഇപ്പോൾ സ്വന്തമായി സമ്പാദിച്ച് വീട് നോക്കാൻ പറ്റുന്നുണ്ട്. വീട്ടിലെല്ലാവരും അഭിനന്ദിക്കാൻ തുടങ്ങി. ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ഇതുപോലൊരു മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചതേ ഇല്ല. നമ്മൾ മുന്നോട്ട് പോകും, പുതിയ ആളുകൾ വരും, കാലം മാറും, വർഷങ്ങൾ കടന്നു പോകും. എന്നാൽ വൈവിധ്യത്തിൽ ഈ മൂല്യങ്ങൾ നമ്മുടെ ഇന്ത്യക്കാർക്കുള്ളിൽ തീർച്ചയായും നിലനിൽക്കുമെന്നത് ഉറപ്പുള്ളൊരു കാര്യം തന്നെയാണ്. അതായത് സർദാർ പട്ടേലിന്റെ ഏകതാ പ്രതിമ പോലെ കാലത്തിന്റെ പരീക്ഷണത്തിന് ശേഷവും വർഷം തോറും ഉറച്ചു തന്നെ നിൽക്കുന്നു. ഇന്ത്യയുടെ ഐക്യം ഒരു പ്രസ്താവനയോ നമ്മൾ കേൾക്കുന്ന ഒന്നോ അല്ല, യാഥാർത്ഥ്യമാണ് എന്നതിന്റെ ഒരു പ്രതീകമായി ഇത് നിലനിൽക്കുന്നു. തലമുറയായി നമ്മൾ സംരക്ഷിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യം. സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതുവരെയും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നേതാക്കൾ ഹൈക്കമാൻഡുമായി അടക്കം ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. നാളെയാണ് തെരഞ്ഞെടുപ്പ് സമിതിയുടെ യോഗം ചേരുന്നത്. അതിനുശേഷം കേരളത്തിന്റെ പട്ടികയും ഉണ്ടാകും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയാണ് യോഗം ചേരുന്നത്, അതിനുശേഷം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. പക്ഷേ LDF വലിയ തോതിലുള്ള പ്രചാരണവുമായി മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ച് അവരുടെ എല്ലാ സ്ഥാനാർത്ഥികളെയും നേരത്തെ തന്നെ പ്രഖ്യാപിച്ച സാഹചര്യമുണ്ട്. മലപ്പുറത്തെ LDF പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കൺവെൻഷന് ഇന്നാണ് നടക്കുന്നത്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത്. വൈകുന്നേരം 5 മണിക്കാണ് പരിപാടി. വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, ഇത്തവണ കോട്ട പൊളിക്കുക എന്ന ലക്ഷ്യം CPIM അടക്കം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എത്രത്തോളം ശക്തമാണ് പ്രചാരണം? നമുക്കറിയാം, മലപ്പുറത്ത് വളരെ മുൻപ് തന്നെ, അതായത് ലീഗിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു. അതുകൊണ്ട് നേരത്തെ തന്നെ അവർക്ക് പ്രചാരണത്തിലേക്ക് ഇറങ്ങാനും സാധിച്ചിരുന്നു. അതേ തരത്തിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഓരോ മണ്ഡലത്തിലും ഓരോ റൗണ്ട് പ്രചരണം സ്ഥാനാർത്ഥി പൂർത്തിയായി കഴിഞ്ഞു. ഇപ്പോഴും ഓരോ ദിവസം ഓരോ നിയമസഭാ മണ്ഡലങ്ങളിൽ തരത്തിലാണ് പ്രചരണം നടക്കുന്നത്. അതിൻ്റെ
തുടർച്ച എന്ന വണ്ണമാണ് ഇന്നിപ്പോൾ പാർലമെന്റ് മണ്ഡലം കൺവെൻഷൻ വിളിക്കുന്നത്. MV ഗോവിന്ദനാണ് ഉദ്ഘാടനം. നമുക്കറിയാം മലപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യത്തിൽ എന്തെല്ലാം വിമർശനങ്ങളായിരിക്കും രാഷ്ട്രീയമായിട്ട് ഇന്ന് ഉണ്ടാവുക എന്നതാണ് കണ്ടറിയേണ്ടത്. കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് മുസ്ലിം ലീഗിനെതിരെ ആക്രമണം നടത്താത്ത ശൈലിയാണ് ഇടതുപക്ഷം സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്കറിയാം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ലീഗും ഇടതുപക്ഷവും പരസ്പരം ഏറ്റുമുട്ടുന്ന മണ്ഡലമാണ് മലപ്പുറം. അതുകൊണ്ട് തന്നെ ലീഗിനെതിരെ കടുത്ത വിമർശനങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. മുൻപുണ്ടായിരുന്ന ആ മൃദു സമീപനം എന്താണെങ്കിലും ഇടതുപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തുടരാനാകില്ല. അതുകൊണ്ട് തന്നെ MV ഗോവിന്ദൻ്റെ വിമർശനങ്ങൾ എന്തെല്ലാമാകുമെന്നതാണ് കണ്ടറിയേണ്ടത്. ഒപ്പം തന്നെ പൊന്നാനിയിലെ പാർലമെന്റ് കൺവെൻഷൻ 9-ാം തീയതിയാണ് വിളിച്ചു ചേർത്തിരിക്കുന്നത്. പാർലമെന്റ് കൺവെൻഷനെല്ലാം തന്നെ വിളിച്ച് വളരെ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി കൊണ്ടുപോകാനാണ് ഇടതുപക്ഷം ശ്രമിക്കുന്നത്. മറുവശത്ത് ലീഗും വളരെ നല്ല രീതിയിൽ തന്നെയാണ് മുന്നേറുന്നത്. ഈ ഓരോ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് ഓരോ ദിവസം എന്ന തരത്തിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. രാവിലെ ചെറിയ യോഗങ്ങൾ, വൈകുന്നേരം റോഡ് ഷോ, അതിനുശേഷം കൺവെൻഷൻ. അത്തരത്തിലാണ് ലീഗിൻ്റെ പ്രചാരണവും മുന്നേറുന്നത്. അഭിലാഷ്. മുസ്ലിം ലീഗിൻ്റെ അതോടൊപ്പം തന്നെ CPM-ൻ്റെ ഒക്കെ പ്രചാരണം അതിശക്തമായ നിലയിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പോഴും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച പ്രഖ്യാപനം ഇനിയും വരേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത എന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ജലാശയാന്തര മെട്രോ ഇന്ന് പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും എന്നുള്ളതാണ്. തൃപ്പൂണിത്തറയിലേക്ക് മെട്രോ നീട്ടുന്നു എന്നുള്ളതാണ് മലയാളികൾക്ക് പ്രധാനമെങ്കിൽ ഇത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ്. നദിക്ക് അടിയിലൂടെയാണ് ഈ മെട്രോ കടന്നു പോകുന്നത് എന്നതാണ് പ്രത്യേകത. കൊൽക്കത്ത മെട്രോ ഹൗറ മൈതാൻ മുതൽ എസ്പ്ലാനഡെ മെട്രോ സെക്ഷൻ വരെയാണ് ഈ മെട്രോ സർവീസ്. നദിക്ക് അടിയിലൂടെ ടണൽ വഴി മെട്രോ കടത്തിവിടുന്നത് രാജ്യത്ത് തന്നെ ആദ്യമാണ്. ഹൂഗ്ലി നദിക്ക് 32 മീറ്റർ താഴ്ചയിലാണ് ഈ തുരങ്കപാത നിർമ്മിച്ചിട്ടുള്ളത്. 4.8 കിലോമീറ്റർ ദൂരത്തിലാണ് മെട്രോ ജലത്തിനടിയിലൂടെ നിർമ്മിച്ചിട്ടുള്ളത്. സമുദ്രനിരപ്പിൽ നിന്നും താഴെയാണ് ഈ മെട്രോ സ്ഥിതി ചെയ്യുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. 45 സെക്കൻഡിൽ 520 മീറ്റർ യാത്ര ചെയ്യാൻ സാധിക്കും. ഏകദേശം 1 മിനിറ്റ് സമയം ട്രെയിൻ ഈ തുരങ്കത്തിലൂടെ കടന്നു പോകും എന്നതാണ് പ്രത്യേകത. നമ്മൾ സൂചിപ്പിച്ചു, കൊച്ചി മെട്രോയുടെ 1-ാം ഘട്ടത്തിലെ അവസാന സ്റ്റേഷനായി തൃപ്പൂണിത്തറ ടെർമിനൽ പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ്. രാവിലെ 10 മണിക്ക് കൊൽക്കത്തയിൽ നിന്ന് ഓൺലൈനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ചടങ്ങ് ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത്. ജനപ്രതിനിധികളും വിവിധ വിശിഷ്ട വ്യക്തികളും സ്റ്റേഷനിൽ നടക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. 1.35 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണത്തിൽ ആണ് ആദ്യഘട്ടത്തിലെ അവസാന സ്റ്റേഷൻ നിർമ്മിച്ചിട്ടുള്ളത്. ആലുവ മുതൽ തൃപ്പൂണിത്തറ സ്റ്റേഷൻ വരെ 25 സ്റ്റേഷനുകളിലായി 28.12 കിലോമീറ്റർ ദൈർഘ്യമാണ് കൊച്ചി മെട്രോയുടെ 1-ാം ഘട്ടത്തിൽ പിന്നിടുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി നവമി ദിനേശ് ആണ് ചേരുന്നത്. നവമിയുടെ യാത്ര കൂടി കൂടുതൽ എളുപ്പത്തിലാവുകയാണ്. മെട്രോ തൃപ്പൂണിത്തറയിലേക്ക് ദീർഘിപ്പിച്ചിരിക്കുന്നു. മറ്റുള്ളവർ എത്രത്തോളം സന്തോഷത്തിലാണ്? തന്നെ ഔദ്യോഗികമായി പ്രധാനമന്ത്രി തൃപ്പൂണിത്തറയിലേക്കുള്ള മെട്രോയുടെ യാത്ര ഇത് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് പുറമെ മന്ത്രി P. രാജീവ്, ലോക്നാഥ് ബെഹ്റ, KMRL MD ലോക്നാഥ് ബെഹ്റ അടക്കമുള്ള പ്രമുഖർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ മനോഹരമായാണ് ഈ മെട്രോ ഒരുക്കിയിരിക്കുന്നത്. ഇതിൻ്റെ ചുവരുകളിലൊക്കെ മ്യൂറൽ പെയിന്റിംഗ്, അതായത് തൃപ്പൂണിത്തറയുടെ ഒരു ചരിത്രം അല്ലെങ്കിൽ കൂടുതൽ കളർഫുൾ ആയിട്ട് തന്നെയാണ് ഈ മെട്രോ ഒരുക്കിയിരിക്കുന്നത്. മറ്റ് സ്റ്റേഷനുകളിലൊന്നും കാണാത്ത തരത്തിലുള്ള വളരെ വ്യത്യസ്തമായിട്ടുള്ള ചുമർ ചിത്രങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും കൊച്ചിക്കാരെ സംബന്ധിച്ച്, തൃപ്പൂണിത്തറക്കാരെ സംബന്ധിച്ച് ഈ ഗതാഗതമാണ് ഏറ്റവും വലിയ, ഇവിടെ ട്രാഫിക്കാണ് ഇവിടെ ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്നത്. അതിൽ നിന്നൊക്കെ മാറി വളരെ സൗകര്യപ്രദമായിട്ടുള്ളൊരു യാത്ര ചെയ്യാം. പ്രത്യേകിച്ചും ഈ കാക്കനാട്, അതായത് ഈ തൃപ്പൂണിത്തറയിൽ നിന്നും ഈ കാക്കനാടേക്ക് ഈ ഇൻഫോ പാർക്കിലൊക്കെ പോകുന്നവർക്ക് കൂടുതൽ സൗകര്യമാവും. ആലുവയിൽ നിന്ന് തന്നെ നേരെ തൃപ്പൂണിത്തറയിലേക്ക് യാതൊരു ട്രാഫിക്കുമില്ലാതെ AC-യിലിരുന്ന് സുഖമായി യാത്ര ചെയ്യാനുള്ള സൗകര്യമാണ് എന്തായാലും ഒരുക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും ഓൺലൈനായി തന്നെയായിരിക്കും ഈ പരിപാടിയിൽ പങ്കെടുക്കുക. P. രാജീവ്,
ലോക്നാഥ് ബെഹ്റ. ഒപ്പം തന്നെ ക്ഷണിക്കപ്പെട്ട മറ്റ് അതിഥികളും പ്രദേശവാസികളും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. ഈ ഒരു നിമിഷത്തിനായി എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. കാരണം ഈ ഒരു ടെർമിനൽ, അതായത് തൃപ്പൂണിത്തറയിലേക്കുള്ള ആദ്യഘട്ടം, മെട്രോയുടെ ആദ്യഘട്ടമാണ് ഇവിടെ പൂർത്തിയാക്കുന്നത്. രണ്ടാം ഘട്ടത്തിലായിരിക്കും കാക്കനാടേക്ക് വരെയുള്ള മെട്രോയുടെ പണിയൊക്കെ തുടങ്ങുക. എന്തായാലും ഇവിടെ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ പ്രധാനമന്ത്രി തൃപ്പൂണിത്തറ ഈ ടെർമിനൽ, ഈ മെട്രോ സ്റ്റേഷൻ നാടിനായി സമർപ്പിക്കും. സംസ്ഥാനത്തെ ഏക മെട്രോ നഗരം എന്നത് നിലവിൽ കൊച്ചിയാണ്. എറണാകുളത്ത് മാത്രമാണ് മെട്രോ സർവീസ് ഉള്ളത്. അതോടൊപ്പം തന്നെ ജലമെട്രോയും എറണാകുളത്ത് സർവീസ് നടത്തുന്നുണ്ട്. ഇപ്പോൾ കൊച്ചി മെട്രോയുടെ ഭാഗമായി മെട്രോ സർവീസ് തൃപ്പൂണിത്തറയിലേക്ക് നീട്ടിയിരിക്കുകയാണ്. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ തനിമ വിളിച്ചോതുന്ന ചുമർ ചിത്രങ്ങൾ ഉൾപ്പെടുത്തുന്ന മെട്രോ സ്റ്റേഷൻ ആണ് ഏറ്റവും ആകർഷണം എന്നത്. ഇത്തരത്തിൽ കൊച്ചിക്കാരുടെ യാത്രാ വേഗത ഉയരുമ്പോൾ അത് കേരളത്തിന്റെ വികസന വേഗത കൂടിയാണ് വർദ്ധിപ്പിക്കുന്നത്. ആ വികസന വേഗത്തിന് ഇനിയും നമുക്ക് പച്ചക്കൊടി കാണിക്കാം. വാർത്താരംഭം അവസാനിക്കുന്നു. നമസ്കാരം. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഈ വെങ്കല